കഥകളിയുടെ പേരിൽ പ്രശസ്തി ആർജിച്ച ക്ഷേത്രമാണ് തിരുവല്ല ശ്രീവല്ലഭ മഹാക്ഷേത്രം. ഇവിടെ ഭഗവാന് വഴിപാടായി കഥകളിയാണ് ഭക്തർ സമർപ്പിക്കുന്നത്. എന്തെങ്കിലും ഒരു ആഗ്രഹമോ ആവശ്യമോ മുൻപിൽ വെച്ച് പ്രാർത്ഥിക്കുന്ന ഭക്തന്റെ ആഗ്രഹ സബലീകരണത്തിന് ശേഷം ഉപകാര സ്മരണാർത്ഥം വഴിപാടായി കഥകളി സമർപ്പിക്കുന്നു എന്നതാണ് ഇവിടുത്തെ വിശ്വാസം. ഭക്തരുടെ ആവശ്യാനുസരണമാണ് ഇവിടെ ഓരോ കഥകളും തിരഞ്ഞെടുക്കപ്പെടുന്നത്. കുട്ടികൾ ഉണ്ടാവാൻ പ്രാർത്ഥിച്ചു ലഭിച്ച ഭക്തർ സന്താന ഗോപാലം, മനസ്സിലെ ഏറെ കാലത്തെ ആഗ്രഹം നേടിയെടുത്തവർ കല്യാണ സൗഗന്ധികം, അങ്ങനെ നീളുന്നു. വർഷത്തിൽ 365 ദിവസവും കഥകളി നടന്നുകൊണ്ടിരുന്ന വളരെ പ്രശസ്തിയാർജിച്ച ക്ഷേത്രമാണ് തിരുവല്ലയിലെ ഈ ശ്രീവല്ലഭ മഹാക്ഷേത്രം. എൻ്റെ പേര് ധന്യ. ഇവിടെ തിരുവല്ല ശ്രീവല്ലഭ ക്ഷേത്രത്തിന് സമീപമായിട്ടുള്ള ശ്രീ വൈഷ്ണവം കഥകളി യോഗം, ശ്രീ വൈഷ്ണവം കഥകളി കലാശാല, അത് മുന്നോട്ട് നോക്കിക്കൊണ്ടു പോകുന്നു. ഞാൻ അല്ലാണ്ട് M.Com കഴിഞ്ഞ് ഇപ്പോൾ ടെക്നോ പാർക്കിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ല ശ്രീവല്ലഭ ക്ഷേത്രമാണ്. ഇവിടുത്തെ പ്രതിഷ്ഠ മഹാവിഷ്ണു സുദർശനമൂർത്തിയാണ്. അപ്പം മഹാവിഷ്ണു ശ്രീവല്ലഭന്റെ പ്രധാന വഴിപാടാണ് കഥകളി എന്ന് പറയുന്നത്. അപ്പം ഇവിടെ വഴിപാട് മെയിൻലി വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ആഗ്രഹം സാധിച്ചതിന് ശേഷം, വഴിപാട് നടത്തുന്ന ആളുടെ ആഗ്രഹം സാധിച്ചതിന് ശേഷമാണ് ഇവിടെ കഥകളി നടത്താറ്. അപ്പൊ അവരൊന്ന് പ്രാർത്ഥിക്കും, ഇങ്ങനെ എന്താണ് ആഗ്രഹം എന്ന് വെച്ചാൽ അത് പ്രാർത്ഥിച്ചതിന് ശേഷം ആഗ്രഹം സബലീകരിച്ചതിന് ശേഷമാണ് ഇപ്പം കുട്ടികൾ ഉണ്ടാവാനായിട്ടാണെങ്കിൽ സന്താന ഗോപാലം കഥ, അങ്ങനെ എന്തെങ്കിലും കാര്യസാധ്യത്തിനായിട്ട് കല്യാണ സൗഗന്ധികം, അങ്ങനെ പല കഥകളുണ്ട്. അപ്പം ആഗ്രഹസാധ്യത്തിന് ശേഷമാണ് ഇവിടെ കഥകളി നടക്കുന്നത്. പിന്നെ നേരത്തെയാണ് ഈ 365 ദിവസം കഥകളി ഇവിടെ ഉണ്ടായിരുന്നത്. പക്ഷെ ഇപ്പം വഴിപാടുള്ള ദിവസങ്ങളിൽ മാത്രമേ കഥകളി ഉണ്ടാവാറുള്ളൂ. എന്നാലും മിക്കവാറും ദിവസങ്ങളിൽ ഉണ്ടാവാറുണ്ട്. ഇപ്പം ഒരു മാസത്തിലൊരു 15 ദിവസം 10 ദിവസം ഏകദേശം കഥകളി വഴിപാടായിട്ട് നടക്കാറുണ്ട്. അപ്പം ആഗ്രഹ പൂർത്തീകരണം എന്ന് പറയുമ്പോൾ ഇവിടെ അവതരിപ്പിക്കുന്ന ഓരോ കഥകൾക്കും ഒരാളുടെ ആഗ്രഹം അല്ലെ ബന്ധിക്കണം. അപ്പൊ ഏതെങ്കിലും ഒരു കഥ സെലക്ട് ചെയ്ത് ചെയ്യാന്നുള്ളതല്ല, എന്ത് ആഗ്രഹത്തിന് പുറത്താണോ വഴിപാട് സമർപ്പിച്ചാൽ സാധീകരിക്കുന്നു. അതാണ് വഴിപാട്. അവര് വഴിപാട് ചെയ്യുന്ന ആള് നേരുമല്ലോ, എന്തിനു വേണ്ടിയിട്ടാണ്, അവരുടെ കാര്യസാധ്യമാണോ അല്ലെങ്കിൽ അവരുടെ കുട്ടികളുടെ ഇതിനു വേണ്ടിയിട്ടാണോ, അപ്പം എന്ത് കാര്യമാണോ, കാര്യത്തിന് വേണ്ടിയിട്ടാണോ അവർ നേർന്നത് അതിനെ സംബന്ധിച്ചുള്ള കഥകളാണ് ഇവിടെ കൂടുതലും. അതുകൊണ്ട് തന്നെ മിക്കവാറും സന്താന ഗോപാലം കഥയാണ് ഇവിടെ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് കൂടുതലും ഇവിടെ വഴിപാട് വരിക. അപ്പൊ സന്താന ഗോപാലം അങ്ങനെയുള്ള കഥകളാണ് കൂടുതലും ഇവിടെ ഉണ്ടാവാറ്. വഴിപാട്ടുകാർ പറയില്ല ഇപ്പം എന്താ ഒരു കഥകളി മാത്രം മതി എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ സെലക്റ്റീവായിട്ട് നല്ല കഥ, നല്ല ചരിതം, കീചകവധ, അങ്ങനെ നല്ല നല്ല കഥകൾ നമ്മൾ തന്നെ സെലക്ട് ചെയ്ത് വെക്കാറുണ്ട്. അല്ല വഴിപാടുകാർ പറയുകയാണ് ഇന്ന കഥ ഇന്ന ആഗ്രഹത്തിന്റെ പേരിലാണ് നടത്തുന്നത് വേണ്ടതെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ അങ്ങനെ ചെയ്തു കൊടുക്കും. ഒരുപാട് സ്ഥലത്ത് നിന്ന് ആളുകൾ വരാറുണ്ടോ? ഇവിടുത്തെ ദേശനിവാസികൾ മാത്രമാണോ വഴിപാട് സമർപ്പിക്കുന്നത്? ഇല്ല, എല്ലായിടത്തുനിന്ന് ആളുകൾ വരാറുണ്ട്. ഇവിടുത്തെ ദേശത്തുനിന്ന് മാത്രമല്ല പുറത്തുനിന്നൊക്കെ ധാരാളം ആളുകൾ വഴിപാട് ചെയ്യാറുണ്ട്. കഥകളി ആർട്ടിസ്റ്റ് അല്ലേ? അതെ. എത്ര വർഷമായിട്ട് കഥകളി? ഞാൻ 2011 എന്റെ കഥകളി അരങ്ങേറ്റം. എന്റെ അച്ഛൻ കലാഭാരതി, ഞങ്ങളൊരു കലാപാരമ്പര്യമുള്ള കുടുംബമാണ്. അച്ഛൻ കലാഭാരതി ഹരികുമാറാണ്. അപ്പം ഞങ്ങൾക്കൊരു സ്കൂളുണ്ട് ശ്രീവല്ലഭ ക്ഷേത്രത്തിന് അടുത്ത് തന്നെയാണ്. ശ്രീ വൈഷ്ണവം കഥകളി കലാശാല എന്നാണ് പേര്. നമ്മുടെ ഗ്രൂപ്പ് ഇവിടെ കഥകളി നടത്തുന്നത്. വഴിപാട്ടുകാർ നമ്മളെ ബന്ധപ്പെട്ട് നമ്മൾ ഇവിടെ നടത്തി കൊടുക്കുകയാണ്. സമയം വരുന്നത് രാത്രി 10 മുതൽ വെളുപ്പിന് 5 മണി വരെ. സമയത്ത് എന്തെങ്കിലും പ്രത്യേകത? എന്തുകൊണ്ട് രാത്രി 10 തൊട്ട് 5 വരെ? ഇവിടെ പുലരും വരെ, ഭഗവാൻ നട തുറക്കുന്നിടം വരെ കഥകളി വേണമെന്നാണ്. അപ്പം 5 മണി വരെ എന്തായാലും കഥകളി ഉണ്ടായിരിക്കും. പിന്നെ നമുക്ക് ഇത്രയും 10 to 5 എന്നുള്ളൊരു ലെങ്തി ടൈം ആണല്ലോ. അപ്പൊ നമുക്ക് ഒരു കഥ കൊണ്ടിട്ട് അത് തീർക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ 2 കഥകളാണ് വെക്കുക. 2 കഥകളാണ് ഇവിടെ സാധാരണ വഴിപാടായി നടത്താറ്. വർഷങ്ങളായിട്ട് ആർട്ടിസ്റ്റുകളായിട്ടുള്ള ആളുകളാണോ? അതോ എങ്ങനെയാണ് ഇവിടെ കഥകളി അവതരിപ്പിക്കുന്ന ആർട്ടിസ്റ്റുകളുടെ ഒരു എങ്ങനെയാണ് വരിക? കഥകളി നമ്മള് പ്രൊഫഷണൽ ആയിട്ട് പഠിച്ചവരാണ് ഇവിടെ വന്ന് കളിക്കുന്നത്. അല്ലാണ്ട് ഇപ്പം യൂത്ത് ഫെസ്റ്റിവൽ അല്ലെങ്കിൽ അങ്ങനെ പഠിക്കുന്നതൊന്നുമല്ല. നമ്മൾ പ്രൊഫഷണൽ ആയിട്ടുള്ള കഥകളി ആർട്ടിസ്റ്റാണ് ഇവിടെ പങ്കെടുക്കാറ്. പിന്നെ നമ്മുടെ വിദ്യാലയത്തിൽ പഠിക്കുന്ന കുട്ടികളുണ്ട്. അവര് ചിട്ടയായിട്ട് തന്നെ പഠിച്ച് ഇവിടെ അരങ്ങേറ്റം കുറിച്ച കുട്ടികൾ തന്നെയാണ്. അപ്പൊ അവര് പുറപ്പാട് അങ്ങനെ ചെറിയ ചെറിയ കുട്ടി വേഷങ്ങളൊക്കെ ചെയ്യും. അല്ലാതെ കഥയിലെ മെയിൻ കഥാപാത്രങ്ങളൊക്കെ പ്രൊഫഷണൽ ആയിട്ടുള്ള കഥകളി ആർട്ടിസ്റ്റുകൾ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോ ഈ ഒരു വഴിപാടിനെ പറ്റി പറഞ്ഞു, എങ്ങനെയാണ് നിങ്ങളൊരു കുടുംബമായിട്ടാണ് ഇവിടെ വഴിപാട് നിങ്ങളെ സമീപിക്കും, നിങ്ങൾ വന്ന് ഇവിടെ കളിക്കും. എങ്ങനെയാണ് കുടുംബവും ഈ ക്ഷേത്രവും തമ്മിലുള്ളൊരു ബന്ധവും പശ്ചാത്തലവും? ക്ഷേത്രം അത് എൻ്റെ അച്ഛൻ മുത്തശ്ശൻ ഇവിടെ ശ്രീവല്ലഭ ക്ഷേത്രത്തില്
ഒരു 20 കൊല്ലമായിട്ട് മേൽശാന്തിയായിരുന്നു. 10 കൊല്ലം പുറപ്പെടാശാന്തി, അതായത് അമ്പലത്തിൽ തന്നെ വസിച്ചുകൊണ്ട് പുറത്തു വരാൻ പറ്റാത്ത രീതിയിൽ 10 കൊല്ലം ഇവിടെ ഉണ്ടായിരുന്നു. അതിനുശേഷം പിന്നെയും 10 കൊല്ലം ഇവിടെ ശ്രീവല്ലഭന്റെ മേൽശാന്തിയായിട്ട് ഉണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ അച്ഛൻ ജനിക്കുന്നത് ഇവിടെ ഭഗവാന് നേർച്ച നേർന്നിട്ടാണ്. ആൺകുട്ടിയെ വേണം, അല്ലെങ്കിൽ കുട്ടികളുടെ ഇതിനായിട്ട്. അപ്പം അച്ഛൻ്റെ മൂത്ത 3 പെൺകുട്ടികളാണ്, ചേച്ചിമാരാണുള്ളത്. അപ്പൊ ആൺകുട്ടികൾ ഇല്ലാത്തതുകൊണ്ട് മുത്തശ്ശൻ അങ്ങനെ ഭഗവാന് കഥകളി നേർന്ന് അങ്ങനെ അച്ഛൻ ജനിക്കുകയും പിന്നെ അച്ഛനെ കഥകളി പഠിപ്പിക്കാന്ന് നേർന്നതാണ്. അങ്ങനെ അച്ഛൻ കഥകളി ഫീൽഡിലായി, പിന്നെ ഞങ്ങളും പുറകിന് കഥകളി ഫീൽഡായി. ഇതിന്റെ ചടങ്ങുകൾ എന്ന് പറഞ്ഞാൽ ആദ്യം കേളി കൊട്ടാണ്. അത് കഥകളി ഉണ്ടെന്ന് അറിയിക്കാനായിട്ടുള്ള ഫസ്റ്റ് ചടങ്ങാണ് കേളി. അതൊരു 5 മണിയാകുമ്പോൾ ഇവിടെ നടക്കും. അതിനുശേഷം നമുക്കൊരു മേക്കപ്പിന് ഒരു 3 to 4 hours എടുക്കും. അപ്പം 6 മണി ആ സമയമൊക്കെ ആകുമ്പോഴേക്കും ഇവിടെ നമ്മുടെ മേക്കപ്പിനായിട്ടുള്ള കാര്യങ്ങളെല്ലാം തയ്യാറാക്കും. അതിനുശേഷം അരങ്ങേളി ഉണ്ടാവും. അതിനുശേഷമാണ് പുറപ്പാട്, മേളപ്പദം, പിന്നെ കഥ തുടർച്ചയായിട്ട് ഏകദേശം 5 മണിക്കൂർ 7 മണിക്കൂറോളം 7 മണിക്കൂറോളം തുടർച്ചയായിട്ട് തട്ടലിൽ നിന്ന് കഥ കളിക്കാൻ. എത്ര തവണ ഇവിടെ ചെയ്തിട്ടുണ്ട്? ഞാൻ 2011 തൊട്ട് ഇപ്പൊ ഏകദേശം 15 years ആയി ഞാൻ ഇവിടെ ചെയ്യുന്നത്. ഇവിടെ വഴിപാടിന്റെ ഭാഗമായിട്ട് ചെയ്യുന്നത്. ഈ വിശ്വാസം, ഇപ്പം ഇവിടെ ശ്രീവല്ലഭന് ഇതാണ് ഇവിടെ നേരുന്നത്, അതിന് പിന്നിൽ എന്തെങ്കിലും ഒരു ഐതിഹ്യമൊക്കെ കഥകളി? അതിന് പിന്നിലെന്ന് പറഞ്ഞാല് വില്വമംഗലത്ത് സ്വാമിയാര് ഒരു ദിവസം ഇതുപോലെ ശ്രീവല്ലഭ ക്ഷേത്രത്തിൽ പൂജാതാവാൻ വന്നപ്പോൾ ഭഗവാന്റെ സാന്നിധ്യം കാണുന്നില്ല. ഭഗവാന്റെ സാന്നിധ്യം അപ്പം ഇവിടെ പുറത്ത് കഥകളി നടക്കുകയാണ്. അപ്പൊ അങ്ങനെയാണ് ഇത് ഭഗവാന്റെ ഇഷ്ട വഴിപാട്. അപ്പം ശ്രീവല്ലഭന്റെ സാന്നിധ്യം അകത്തില്ല, ആ ചൈതന്യം ഇല്ല എന്നറിയുകയും അപ്പൊ നോക്കുമ്പോ ഒരു ബാലൻ ഇവിടെ കഥകളി കാണുകയും അത് ശ്രീവല്ലഭനാണ് ആ ഒരു തിരിച്ചറിയുക. അങ്ങനെയാണ് ഇവിടെ കഥകളിയാണെന്ന്. സാത്യകി മഹർഷിയല്ലേ, സാത്യകി എന്ന് പറഞ്ഞ മഹർഷി അദ്ദേഹം പൂജ ചെയ്തുകൊണ്ടിരുന്ന വിഗ്രഹമാണ് ഭഗവാന്റേത്. അത് കാലക്രമേണ ആ സമയത്ത് അത് നേത്രാവതി നദിയിൽ മുങ്ങിപ്പോവുകയും പിന്നെ ഇവിടുത്തെ പ്രതിഷ്ഠാകാലത്ത് അത് മുങ്ങിയെടുത്ത് ഇവിടെ കൊണ്ടുവന്ന് പ്രതിഷ്ഠിക്കുകയായിരുന്നു. ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠ സംബന്ധിച്ച് പറയുമ്പം നേരത്തെ ഉള്ള കഥയാണ് ഇതില്. ബ്രാഹ്മണ സ്ത്രീ ശങ്കരമംഗലത്തമ്മ എന്ന് പറയുന്ന ഒരു ബ്രാഹ്മണ അമ്മയുണ്ടായിരുന്നു. ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറ് വശത്താണ് താമസിച്ചിട്ടുണ്ട്. ആ അമ്മ എല്ലാ ഏകാദശി വ്രതം എടുത്തുകൊണ്ടിരുന്ന ആളാണ്. അപ്പൊ ഏകാദശി പൂർത്തിയാണെങ്കിൽ പിറ്റേ ദിവസം പാരണ വീടുക എന്ന് പറഞ്ഞ ചടങ്ങ്. പാരണ വീടണമെങ്കിൽ ബ്രാഹ്മണർക്ക് തീർത്ഥം കൊടുത്തിട്ട് വേണം അത് അവസാനിപ്പിക്കാൻ. അപ്പൊ അങ്ങനെ ഒരു ദിവസം വന്നപ്പം ആരെയും കിട്ടാതെ വന്ന് അമ്മ വിഷമിച്ചിരുന്നപ്പം ഒരു ബ്രാഹ്മണ ബാലൻ വന്ന് അമ്മയോട് ഇങ്ങനെ പറയുകയും ചെയ്തു. അപ്പം ബ്രാഹ്മണ ബാലൻ വന്നു കഴിഞ്ഞപ്പോൾ അമ്മയോട് പറഞ്ഞു, ഞാൻ അമ്മയ്ക്ക് എന്തൊരു സഹായം ചെയ്യാം, അപ്പം ഞാനൊന്ന് കുളിച്ചിട്ട് വരട്ടെ എന്ന് പറഞ്ഞ് ആ ബാലൻ പുറത്തേക്ക് പോയി. കുളിച്ചിട്ട് വരട്ടെ എന്ന് പറഞ്ഞ് പോയ ആള് ഇവിടെ തുകലാസുരൻ എന്ന് പറഞ്ഞൊരു അസുരനുണ്ട്, തുകലശ്ശേരി അമ്പലത്തിൻ്റെ. ആ അസുരനെ നിഗ്രഹിച്ച് കാവുംഭാഗത്ത് കാവുംഭാഗം എന്ന് പറഞ്ഞാൽ കാവിൽ യക്ഷി എന്ന് പറഞ്ഞ രക്ഷയുണ്ട്. ആ യക്ഷിയെ നിഗ്രഹിച്ച് അവിടെ അമ്പലത്തിൻ്റെ ഒരു അടുത്തുള്ള കിണറ്റിൽ അത് ഇട്ടിട്ട് വലിയ ഫലകം വെച്ച് കൂടി ഞങ്ങളുടെ അടുത്ത അമ്പലം. അത് കഴിഞ്ഞിട്ട് ഭഗവാൻ ഇവിടെ കുളി കഴിഞ്ഞത് വന്ന് ഇതെല്ലാം കഴിച്ചു പാരണ വീടി കഴിഞ്ഞ് ഇപ്പോൾ അമ്മയ്ക്ക് മനസ്സിലായി ഇതൊരു സാധാരണ കുഞ്ഞല്ല, ഇത് ആരാന്ന് തുറന്നു പറയണമെന്ന് പറഞ്ഞതും ഭഗവാന്റെ രൂപം കാണിച്ച് അങ്ങനെയാണ് മനസ്സിലായത്. അന്ന് മുതൽ ഭഗവാൻ തന്നെ ഇവിടെ സുദർശനമാണ് ആദ്യം സ്ഥാപിക്കുന്നത്, പ്രതിഷ്ഠിക്കുന്നത്. പിന്നീട് വർഷങ്ങൾക്ക് ശേഷമാണ് ക്ഷേത്രപ്പണി കുറിച്ച് വരികയും പിന്നെ മഹാവിഷ്ണുവിന്റെ വിഗ്രഹം സ്ഥാപിക്കുകയും ചെയ്തു, പ്രതിഷ്ഠിക്കുകയുള്ളൂ. ഇപ്പോഴും വലിയൊരു ശതമാനം ദിവസങ്ങളിലും ഇവിടെ കഥകളി നടക്കുന്നുണ്ട്. രാത്രി ഏകദേശം 10 മണിക്ക് തുടങ്ങി പുലർച്ചെ 5 മണി വരെ നീളുന്ന ഇവിടുത്തെ കഥകളി ഒരു അനുഭവമാണ്. ആഗ്രഹ പൂർത്തീകരണത്തിനായി നാനാദേശത്തു നിന്നും ആയിരക്കണക്കിന് ഭക്തരാണ് ഇവിടേക്ക് ഒഴുകിയെത്തുന്നത്. ഏകാദശി വ്രതം പൂർത്തിയാക്കാൻ കാത്തുനിന്ന ശങ്കരമംഗലത്തമ്മയെ കാണാനെത്തിയ ഭഗവാനാണ് ഇവിടുത്തെ പ്രതിഷ്ഠ എന്നതാണ് വിശ്വാസം. ഭക്തിയുടെയും സാംസ്കാരികതയുടെയും പ്രതീകമായി തിരുവല്ലയിലെ ശ്രീ വല്ലഭ മഹാക്ഷേത്രം ഇവിടെ നിലകൊള്ളുന്നു. നന്ദ